ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും കർത്താവിൻ്റെ വിശുദ്ധന്മാരെ അഭിസംബോധന ചെയ്യുവാൻ അവസരം തന്ന കർത്താവിന് സ്തോത്രം. ഇന്ന് ഞാൻ വളരെ ദുഃഖത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. നിർത്തമ സഭയിലെ ഡോക്ടർ പി തോമസ് അച്ഛൻ്റെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടമാകുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം മൂറത്തിൽ കയറി കൊത്തിയിരിക്കുന്നു. നമ്മുടെ രക്ഷകനായ യേശു ഇന്ത്യയിൽ വന്നുപോലും അത് അസത്യമാകുന്നു എന്ന് അദ്ദേഹത്തെയും നിങ്ങളെയും അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രമാത്രം. ഒന്ന്, ഞാൻ വിനയപുരസരം അങ്ങയോട് ചോദിച്ചു കൊള്ളട്ടെ, അങ്ങൊരു പുരോഹിതനാണോ? ഏത് ക്രമപ്രകാരം? അഹരോന്യ പൗരോഹിത്യം സക്കറിയായിൽ കലാശിച്ചു. സ്നാപ യോഹന്നാൻ ഒരു കാളയുടെയും പുറകെ ഓടിയിട്ടില്ല. യേശു ഒരു കാളയുടെയും പുറകെ ഓടിയിട്ടില്ല. ദൈവം തൻ്റെ കുഞ്ഞാടിനെ കാൽവറിയിൽ ബലി കഴിച്ചതോടുകൂടി രക്തബലി കലാശിച്ചു. യേശു ഒരുത്തരെയും പുരോഹിതനാക്കിയിട്ടില്ല. പിന്നെ പിശാചാകുന്നു ഈ പട്ടം കൊടുക്കുന്നത്. നമുക്കൊരു പുരോഹിതനേ ഉള്ളൂ, അത് മഹാപുരോഹിതനായി സ്വർഗത്തിലിരിക്കുന്നു. അത് മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ തന്നെ. അദ്ദേഹത്തെ നമുക്ക് 24/7 ഉപയോഗിക്കാം. 2, യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങ് ധാരാളം സഭകളിൽ പ്രസംഗിച്ചു. അതിലൊന്നെങ്കിലും എൻ്റെ സഭയുണ്ടോ? പന്നിയിറച്ചിയും വൈനും കഴിച്ചിരിക്കുന്ന പാതാള ഗോപുരങ്ങൾ ജയിക്കുവാൻ ശ്രമിക്കുന്നവരെ നോവിക്കാതെ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ, മാനസാന്തരത്തെ തൊടാതെ പ്രസംഗിച്ചാൽ യേശുവിന് ശിഷ്യന്മാരെ ഉണ്ടാക്കുവാൻ പറ്റുമോ? അങ്ങ് ഒരു കർത്തൃ ശിഷ്യനാകുന്നുവോ? മത്തായി 28:19-20. 3, യേശു പറഞ്ഞു, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. 45,000 സഭകളുണ്ട്. 45,000 ആട്ടിൻകൂട്ടവും അസംഖ്യം ഇടയന്മാരുമുണ്ട്. അതിനെതിരായിട്ടു അങ്ങ് ഒരു ചെറുവിരലെങ്കിലും അനക്കിയോ? യോഹന്നാൻ 10:16. ഒരു വേലയും ചെയ്യാതെ ഇത്ര നാളും അങ്ങ് തിന്നത് വേദവിപരീതമല്ലേ? യേശു സുവിശേഷ വേല ചെയ്തു, ആശാരിപ്പണി ചെയ്ത് അമ്മയെയും തന്നെയും പോറ്റി. പൗലോസ് കൂടാരപ്പണി ചെയ്തു, താനും സഭയും തിന്നു. ഞാനും 83 വയസ്സുള്ളപ്പോൾ ഇപ്പോഴും സുവിശേഷ വേലയും ചെയ്യുന്നു. ഞാനും എൻ്റെ സഭയും അതിൽ നിന്നും ഉപജീവനം കഴിക്കുന്നു. വേലയെടുത്ത് തിന്നുന്നു. 1 രൂപ പോലും ആരോടും വാങ്ങിയിട്ടില്ല. ദൈവം എനിക്ക് ഇഷ്ടം പോലെ തരുന്നു. 2 തെസ്സലോനി 3:10 റെഫറൻസ്. സുവിശേഷം സൗജന്യമായി ലഭിച്ചതത്രേ. അത് സൗജന്യമായി വാരി വിതറി കൊടുക്കുന്നതിന് പകരം കനത്ത കവർ വാങ്ങിയല്ലേ കൊടുത്തത്? അത് വേദവിപരീതമായി തോന്നിയോ? ഇല്ല. പാതാള ഗോപുരങ്ങൾ അവിടെയും ജയിച്ചു. അങ്ങ് ഇതുവരെ ചെയ്ത പ്രഭാഷണങ്ങളെല്ലാം തന്നെ അതിമനോഹരം. എന്നാൽ അങ്ങേ പഠിപ്പിച്ചവർ എല്ലാം ജഡീകരായ പ്രൊഫസർമാർ മാത്രം. വേദപുസ്തകത്തിലൊരു ബിൽറ്റിൻ തിയോളജിക്കൽ പ്രൊഫസർ ഉണ്ട്. അദ്ദേഹത്തിൽ നിന്നും പഠിക്കുക. 1 യോഹന്നാൻ 2:27. 7, ഇത്ര നാൾ സുവിശേഷ വേല ചെയ്തു. ഏതെങ്കിലും ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ചോ? ഏതെങ്കിലും ഒരു പരിശുദ്ധാത്മ വരം ലഭിച്ചോ? ഇല്ല. എങ്ങനെ ഞാൻ അറിഞ്ഞതെന്നല്ലേ? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമുള്ള ക്രിസ്തുയേശു പിശാചിൻ്റെ പാദം സ്പർശിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ, പറഞ്ഞപ്പോഴല്ല, ചിന്തിച്ചപ്പോൾ വ്യക്തമായി യേശു പഠിപ്പിക്കുന്നു. യേശുവിനെ ആരും പഠിപ്പിക്കാൻ ശ്രമിക്കരുത്, അത് അസാധ്യം. അങ്ങ് വിശുദ്ധനാണ്, നീതിമാനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, ദൈവഭക്തനാകുന്നു, ഉന്നതനാണ്, ദൈവപൈതലാണ്. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടുവോ? ഞാനത് ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. യേശു എന്ന നമ്മുടെ രക്ഷകനായ യേശു തമ്പുരാൻ
ഇന്ത്യയിൽ വന്നിട്ടില്ല, ഹിമാലയത്തിലും ടിബറ്റിലും പോയിട്ടില്ല. പോവുക നികൃഷ്ടമാകുന്നു. ഇത് രണ്ടും ശിവന്റെ വാസസ്ഥലമാകുന്നു. ശിവൻ ഒരു വീണുപോയ മാലാഖയാകുന്നു, ലൂസിഫറിന്റെ ശിഷ്യനാകുന്നു. അവിടെ പോവുക സർവശക്തന് യോജിച്ചതല്ല, നിഷിദ്ധമത്രേ. പിന്നെ ഈസ എന്നത് ഒരു മുസ്ലിം സഞ്ചാരിയായിരുന്നു. അയാൾ ഹിമാലയത്തിലും ടിബറ്റിലും പോയ തെളിവുകളുണ്ട്. അയാൾ കാശ്മീരിൽ അടക്കപ്പെട്ടു. ആ ശവക്കല്ലറ ഇപ്പോഴും യേശുവിൻ്റേതാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. 1975 ഖുശ്വന്ത് സിംഗ് എഡിറ്ററായി പ്രസിദ്ധീകരിച്ച ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ ഈ പ്രശ്നം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. അത് ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 1000 വർഷം കഴിഞ്ഞും ആൾക്കാർ അവിടെ വന്നു, ഇവിടെ വന്നു, അവിടെ പോയി, ഇവിടെ ശിഷ്യനായി എന്നെല്ലാം സ്കോർ അടിക്കാൻ പറയുന്നതാകുന്നു. അതിനു മുമ്പ് വേദപുസ്തകം നോക്കണം. നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ പേര് ഈസ എന്നല്ല, യേശു എന്നാകുന്നു. ഈസ നബി എന്ന് ശത്രുക്കളായ മുസ്ലിങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത്. അതും യേശുവിൻ്റെ വിശ്വാസികളായ മക്കൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ പൊട്ടക്കഥ 49 വർഷം മുമ്പ് ഞാൻ തുപ്പിക്കളഞ്ഞതാകുന്നു. വചനം എന്ത് പറയുന്നു? മത്തായി 13:53. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, ശിമിയോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞു അവങ്കൽ ഇടറിപ്പോയി. ഇതൊക്കെയും എവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്യുക. ഞാനതെല്ലാം കാട്ടിത്തരാം. ഇതിന് സ്വയം ഉത്തരം കണ്ടെത്തിയാൽ ഇങ്ങനെ ഇരിക്കും. ശരിയായ ഉത്തരം തരുന്ന കർത്താവിന് സ്തോത്രം. ഏകദേശം 42 ലക്ഷം വർഷങ്ങൾക്ക് എത്രയോ ഗുണിതങ്ങൾക്ക് മുമ്പ് ഏകനായ പിതാവായ ദൈവം മൊഴിഞ്ഞു, നീ എൻ്റെ പുത്രൻ, നിന്നെ ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 2:7. ഇതാകുന്നു ആദിയിൽ ഉണ്ടായ വചനം. പ്രാസംഗന്മാർ പറഞ്ഞു നടക്കുന്ന പോലെ യോഹന്നാൻ 1:1 അല്ല, അത് മിനിഞ്ഞാന്ന് സംഭവിച്ചതാണ്. ഇത് യുഗങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാണ്. നിങ്ങൾ ഇന്ന് അവിടെ പോയി നോക്കിയാൽ ഒന്നും കാണുകയില്ല. ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നീ എൻ്റെ പുത്രൻ, നിന്നെ ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ പോയി നോക്കിയാൽ ഒന്നും കാണുകയില്ല. കാരണം എന്താണെന്നറിയാവോ? അത് നിങ്ങൾക്ക് ആർക്കും അറിയയില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിൽ നിന്നും മാത്രം പഠിക്കാവുന്ന ഒരു ലെസനാകുന്നു. കാരണം ഉണ്ടായ മകൻ ദൃശ്യനായിരുന്നില്ല. അദൃശ്യനായ മകനെ നിങ്ങൾ എങ്ങനെ കാണും? അതാകുന്നു അദൃശ്യനായ ക്രിസ്തു. ദൈവം നമ്മോടുകൂടെ എന്ന് വാഗ്ദത്തം ചെയ്ത ഇമ്മാനുവേൽ ആയി വരുന്നതിന് പിതാവായ ദൈവം കണ്ട വഴി ഭക്തിയോടുകൂടി നോക്കണമേ. ഇപ്പോൾ അങ്ങ് വിചാരിക്കും, ആധികാരികമായി ഇത് സംസാരിക്കാൻ ഇവൻ ആര്? ഞാൻ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും ചെറിയ ദൈവദാസൻ, എൻ്റെ സഭയുടെ ശുശ്രൂഷകൻ. എൻ്റെ സഭ എന്ന് പറയുമ്പോൾ എ.വി. തോമസിൻ്റെ സഭയില്ല, യേശുവിൻ്റെ സഭ. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, മൈ ചർച്ച്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ആ എൻ്റെ സഭയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ചെറിയൊരു ശുശ്രൂഷകനാണ് ഞാൻ. പരിശുദ്ധാത്മാവിനോട് നിരന്തരം ഇടപെടുന്നവൻ. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ്. ബാംഗ്ലൂരിൽ കുടുംബമായി ഇന്ദിരാനഗറിൽ താമസിച്ചു വരുന്നു. 83 നോട്ട് ഔട്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയുടെ താഴെ പാതാളത്തിലോ മീതെ ഭൂമിയിലോ ഒരു അടയാളം ചോദിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ്, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്?
അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യെശയ്യാ 7:10-14 വരെ. യേശു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപുണ്ടായ വെളിപാട് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും, അവൻ ദൃശ്യനായിരിക്കും. അത് ഞാൻ കൂട്ടിച്ചേർത്താണ് കേട്ടോ. അവൻ നമ്മോടുകൂടെ ഹല്ലേലൂയാ 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 സ്തുതിയാകുന്ന ബലികളെ നിങ്ങൾ യഹോവയ്ക്ക് സമർപ്പിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. കന്യക പ്രസവിച്ചു, സ്വർഗം ആഘോഷിച്ചു, ഭൂമിയിൽ ദൈവദൂതന്മാർ ഇറങ്ങി ഘോഷിച്ചു, മൃഗജാലങ്ങൾ ഘോഷിച്ചു, ആട്ടിടരായ മനുഷ്യർ ഘോഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞ് ആരാകുന്നു? നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യെശയ്യാ 9:6 ഞാൻ വായിച്ചത്. നമുക്ക് ജനിച്ച ശിശു നിത്യപിതാവ്. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. അവരുടെ ആത്മാവിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ട്രിനിറ്റിക്ക് വേണ്ടി കടിപിടി കൂടുന്നവരെ, ട്രിനിറ്റി കണ്ടോ? ഈ നിത്യപിതാവ് ആരാകുന്നു? യെരൂശലേമിൽ ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ട് ചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ലൂക്കോസ് 2:25-27 വരെയാണ് ഞാൻ വായിച്ചത്. നമ്മൾ ശ്രദ്ധിക്കണമേ, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും, ഇവിടെ ജാതികൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? നമുക്ക് വെളിപ്പെടാനുള്ള പ്രകാശം യേശു തമ്പുരാൻ. നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പച്ചൻ, ശമൂവേൽ അപ്പച്ചൻ, ശിമയോൻ അപ്പച്ചൻ എത്ര വയസ്സുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. കാരണം കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുവോളം നീ മരിക്കയില്ല എന്ന് അവൻ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ കുറെ കാലമായിട്ട് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ പറയാണ്, നാഥാ, തിരുവചനം പോലെ എന്നെ അങ്ങ് എടുത്തോ, എൻ്റെ കണ്ണ് കണ്ടല്ലോ. ആ ആളാണ് നമ്മുടെ കഥാപുരുഷൻ. അദ്ദേഹം ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ ആരെങ്കിലും പഠിപ്പിക്കണോ? പഠിപ്പിക്കണ്ട. നമുക്കത് കൂടുതലായിട്ട് കാണാം. ഈ പ്രകാശം ജാതിയായ ലാമയുടെ കാല് തൊട്ട് വന്നിക്കണമോ? ഇസ്രായേലിൻ്റെ മഹത്വമായവൻ ജാതിയായ ലാമയുടെ കാല് തൊട്ട് വന്നിക്കണമോ? ഒരു നാളുമില്ല. ഹിമാലയത്തിലും ടിബറ്റിലും പോകുവാൻ സാധ്യമല്ല. എന്നെ വേദശാസ്ത്രം അഭ്യസിപ്പിച്ചത് യൂണിവേഴ്സിറ്റി കടന്ന സുപ്രീം തിയോളജിക്കൽ പ്രൊഫസറായ പരിശുദ്ധാത്മാവാകുന്നു. വചനത്തിൽ നിന്നും മാത്രം ഉദ്ധരിക്കുവാനേ എനിക്ക് അവകാശമുള്ളൂ. ആരാകുന്നു കർത്താവിൻ്റെ ക്രിസ്തു? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. 1 കോരി 1:24. ഈ യേശുക്കുഞ്ഞ് ആരാന്നറിയാമോ? വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ നിങ്ങൾ ആശാമ്പള്ളിക്കൂടത്തിൽ കൊണ്ടുപോയി ഇരുത്തരുത്, അതിന് തുനിയരുത്.
ലാമ ആശാമ്പള്ളിക്കുടവാ. ഇതാരാ? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ ക്രിസ്തു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവന് എവിടെ നിന്ന് കിട്ടി ജ്ഞാനവും വീര്യപ്രവർത്തികളും? മത്തായി 13. അവർ വിസ്മയിച്ചു, ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു ലാമയുടെ കാല് തൊട്ട് വന്നിക്കണമോ? അവർ സംശയിച്ചു. അവർ സാധാരണ ജനം, PhD ഇല്ല, വിവേകമില്ല. എങ്കിലും PhDയും വിവേകവുമുള്ളവർക്ക് പിഴച്ചു. എവിടെ? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 52 അങ്ങ് വായിച്ചത് 8 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തു. ശ്രദ്ധിക്കുക. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു, 12 വയസ്സ് വരെ എന്ന് കൂട്ടിച്ചേർത്തു. അത് വള്ളിയിലും പുള്ളിയിലും ഇമ്മിണി വലുതായിപ്പോയി എന്ന് എനിക്ക് വേദനിച്ചു. 2-ാം അധ്യായം ലൂക്കോസ് 2-ാം അധ്യായം 40-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എവിടെ വെച്ചുണ്ടായതാണെന്നറിയാമോ? 12 വയസ്സുള്ളപ്പോൾ വേദശാസ്ത്രികളെ തോൽപ്പിക്കുന്ന പ്രഭാവവും ജ്ഞാനവും ഉള്ള കൊച്ചുകുഞ്ഞ്, 12 വയസ്സുകാരൻ. അവൻ്റെ കഴിവ് കണ്ട് ആൾക്കാരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. ഇത് 40-ാം വാക്യം. അതിനുശേഷം എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ചരിത്രകാരനായ ലൂക്കോസ് തെയോഫിലസെ എന്ന് വിളിച്ചുകൊണ്ട് മഹാനായ തെയോഫിലസിന് എഴുതുന്നു. 52-ാം വാക്യം. അപ്പോൾ 30 വയസ്സല്ല, 33 വയസ്സായി കാണും, എനിക്കറിയാൻ പാടില്ല. പക്ഷേ അദ്ദേഹം എഴുതുന്നതനുസരിച്ച് സ്വർഗത്തിൽ കയറിപ്പോകുന്നത് വരെ എന്നുള്ള അർത്ഥമാണ് മഹാൻ എഴുതുന്നത്. അപ്പോൾ 30 വയസ്സായില്ല. 15 വയസ്സുള്ള മറിയെ വിവാഹ നിശ്ചയം ചെയ്യുമ്പോൾ യോസഫിൻ്റെ വയസ്സ് 82. 98 വയസ്സായപ്പോൾ അദ്ദേഹം മരിച്ചു. 16 വയസ്സുള്ള ബാലൻ അപ്പൻ്റെ വർക്ക്ഷോപ്പിൽ കയറി അമ്മയെയും തന്നെയും സംരക്ഷിക്കണമോ അതോ വിധവയായ അമ്മയെ ഓൾഡ് ഏജ് ഹോമിൽ വിട്ടിട്ട് ലാമയുടെ ശിവൻ്റെയും സ്ഥലത്ത് ദൈവജ്ഞാനത്തിൻ്റെയും ദൈവശക്തിയുടെയും ഉറവിടമായ ദൈവത്തിൻ്റെ ക്രിസ്തു പിശാചിൻ്റെ കാല് തൊട്ട് വന്നിക്കണമോ? ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം ഇതാകുന്നു. ഐ പ്രൈസ് യു ഫാദർ, Lord of heaven and earth, because you have hidden these things from the wise and the learned and revealed them to little children. Matthew 11:25-26. യഹോവ ജ്ഞാനികളുടെ ജ്ഞാനം ഭോഷത്വം എന്നിരിക്കുന്നത് വിസ്മരിക്കരുത്. ഇവിടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ചില സഭകളിൽ ശിശുക്കൾക്ക് സ്നാനം കൊടുക്കുന്നത് അവർ കൊടുക്കാൻ പാടില്ല. എന്താണെന്നറിയോ? അവർക്കൊന്നും അറിയത്തില്ല, അവർക്ക് ഒന്നും ഗ്രഹിക്കാനുള്ള കഴിവില്ല. ഇവിടെ പറഞ്ഞ എന്താണ്? ജ്ഞാനികൾക്കും വിവേകികൾക്കും കഴിവില്ല, അവർ കുതന്ത്രത്തിന് മാത്രമാണ് അവരുടെ കഴിവ്. അതുകൊണ്ട് അവരെ കൊണ്ട് മാറ്റി നിർത്തിയിട്ട് ലിറ്റിൽ ചിൽഡ്രൻ എന്നല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ലിറ്റിൽ ചിൽഡ്രൻ, കൊച്ചുകുട്ടികൾക്ക്. ഇതാണ് പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. എനിക്കാണോ ഇപ്പോൾ ജനിച്ച കൊച്ചുകുഞ്ഞിനാണോ ഞാനും? കർത്താവിൻ്റെ കണ്ണിൽ കൂടെ നോക്ക്, പിശാചിൻ്റെ കണ്ണിൽ കൂടെ നോക്കാതെ. 12 വയസ്സ് മുതൽ 29 വയസ്സ് വരെ വേദപുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞത് അസത്യമാകുന്നു. ഇത് അങ്ങ് മാത്രമല്ല, കുറേ ഏറെ കോശവന്മാർ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിൽ ഒരുപാടുണ്ട്, ഒന്നുമില്ലെന്നല്ല, ഒരുപാടുണ്ട്. ഇതാ കേട്ടോ. ശ്രീമാനായ തെയോഫിലസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ
നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് ഒരു റോമൻ പ്രഭുവായ തെയോഫിലോസിന് ചരിത്രകാരനും നമ്മുടെ ഒരു അപ്പോസ്തലനുമായ ലൂക്കോസ് തമ്മിൽ സംസാരിക്കുന്നതാണ്. നമ്മൾ പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞതുകൊണ്ട് നിനക്കും ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന്. നിനക്കെന്ന് വെച്ചാൽ ഈ റോമാക്കാരനും എഴുതിയ കൊള്ളാവുന്നുണ്ട്. അവന് കിട്ടിയ ഇൻഫർമേഷൻ്റെ വെളിച്ചത്തിൽ അവൻ എന്തൊക്കെയോ എഴുതി. നമ്മുടെ അത് ഇല്ല, അത് പോകട്ടെ. അത് ക്രമമായി എഴുതുന്നത് നന്ന ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. ആദ്യം മുതൽ എന്ന് ഈ ലൂക്കോസ് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കന്യകയോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു അവിടെ കൊലയ്ക്ക് കാരണമായത് ചാകുന്നെങ്കിൽ ചാകട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ശരി. അതാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് ആദ്യം മുതലെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു അവസാനമുണ്ടോ? അതേതാണ്? അവൻ സ്വർഗത്തിലേക്ക് പോയത്. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. പൂർണ്ണമായ ഒന്നാമത്തെ ചരിത്രം ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എഴുതിയ ഒന്നാമത്തെ ചരിത്രമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. ലൂക്കോസ് ഒരു സുവിശേഷകനാണ്. തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ, ആദ്യം മുതൽ ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചതും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നല്ലോ. ഇത് രണ്ടാമത്തെ ചരിത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വിഷമിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എഴുതടാ, എഴുത്. അങ്ങനെ എഴുതിയതായത് കേട്ടോ. ആരോഹണം ചെയ്ത നാൾ വരെ, ആദ്യം മുതൽ ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നല്ലോ. ഇതാ രണ്ടാമത്തെ ചരിത്രം. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നാസറേത്തിൽ വന്നു, അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ ഗ്രഹിച്ചു. സ്തോത്രം കർത്താവേ, സ്തോത്രം. 52 വാക്യം ഞാൻ വീണ്ടും വായിക്കുകയാണ്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മുതിർന്നു വന്നു എന്ന് പറഞ്ഞാൽ 33.5 വയസ്സ് വരെ മുതിർന്നു വന്നു. അതെൻ്റെ പോക്കറ്റിൽ നിന്നിട്ടതാ. മുതിർന്നു വന്നു. ഇത് മൂന്നാമത്തെയും അവസാനത്തെയും ചരിത്രം. ഇവ ക്രമമായി പൂർണ്ണമായി ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എഴുതിയതാകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ചരിത്രകാരനായ ലൂക്കോസ് പൗലോസിൻ്റെ സ്നേഹിതനായിരുന്നു. ഇത് പോരായോ? യേശുവല്ല, ഈസായാണ് ഹിമാലയത്തിലും ടിബറ്റിലും പോയത്. എന്നിരിക്കെ അത് കൊണ്ടാകുന്നു സെൻറ് തോമസ് ഭാരതത്തിൽ വന്ന് എന്ന് ഉറപ്പിച്ച് പറയാമെന്ന് പറഞ്ഞ് ഉറപ്പിക്കണ്ട. 70 കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. അത് യഹൂദൻ ഒരു യൂണിവേഴ്സൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു.
അവർ ലോകമൊട്ടക്ക് ചിതറിപ്പോയി. ദാവീദിനു മുമ്പ് തന്നെ വ്യാപാര ബന്ധമുള്ള ഇന്ത്യ അവരെ ആകർഷിച്ചു. സെൻറ് തോമസ് കൊടുങ്ങല്ലൂർ വരുമ്പോൾ പാലിയൂർ, കോട്ടയ്ക്കാവ്, കോക്കമംഗലം, പത്തനംതിട്ട, നിലയ്ക്കൽ, നിരണം, കൊല്ലം, തിരുവാങ്കോട്, മലയാറ്റൂര്, മൈലങ്കര, മൈലക്കൊമ്പ്, അരുവിത്തുറ എന്നിവിടങ്ങളിൽ വ്യാപാര സംബന്ധമായി വന്ന യഹൂദർ 1-2 കുടുംബമായി താമസിച്ചിരുന്നു. അതിൽ കൊല്ലത്ത് ഒരു സംഭവം എടുത്തു പറയേണ്ടതുണ്ട്. യഹൂദന്മാർ ഖരീദിയോൻ എന്ന പേരിൽ ഒരു നാടകം അവതരിപ്പിച്ചു. കൊല്ലത്ത് എബ്രായ ഭാഷയിൽ ഒരു നാടകം. ഒരു പക്ഷേ അതായിരിക്കാം ഇന്ത്യയിലെ, കേരളത്തിലെ ആദ്യത്തെ നാടകം. കൊല്ലത്ത് കൊട്ടക കിട്ടി. കൊല്ലക്കാരും എബ്രായരും എല്ലാവരും കൂടെ കൂടി ആ നാടകം കണ്ടു. അത് സാംസ്കാരികമായി അവരുടെ ഒരു ഇഴുകിച്ചേരലായിരുന്നു. ആ കാലത്ത് തോമസിന് ചീട്ട് വീണു, ഇന്ത്യയിൽ വന്നു. ഇതുപോലെ ഓരോ ഭൂഖണ്ഡത്തിലും പരിശുദ്ധാത്മാവ് ഒരുക്കം ചെയ്തിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ യാദൃച്ഛികം എന്ന് പറഞ്ഞൊരു വാക്കില്ല. ഓരോരുത്തരും ചീട്ട് വീണവരെ അതാത് ഭൂഖണ്ഡങ്ങളിൽ പോയി. പക്ഷേ അവരുടെ വേല ദൈവവേലയായതുകൊണ്ട് രക്തം ചൊരിഞ്ഞു. അതവർ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് അവരെല്ലാവരും മഹത്വത്തിൽ പ്രവേശിച്ചു. ക്ഷമിക്കണം, വേദപുസ്തകം എൻ്റെ പിതൃസ്വത്താകുന്നു. അതിൽ തൊട്ടാൽ ഞാൻ കൈ പൊള്ളിക്കും. ഉദാഹരണം, എൻ്റെ ഡയബോളിക് ടൂൾ ബെഥേൽ തോമസ് ബ്ലോഗിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. 6 പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയത് ആ ബെഥേൽ എ.വി. തോമസ് എന്ന ബ്ലോഗിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. WCC പ്രസിഡന്റ്, 3 PhD, 20 വർഷം ഓർത്തഡോക്സ് തിയോളജിക്കൽ യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പാൾ, പൈശാചിക ഉപകരണമായി മാറി. ഡയബോളിക് ടൂൾ. ക്ഷമിക്കണം, വേദപുസ്തകം എൻ്റെ പിതൃസ്വത്താകുന്നു. എൻ്റെ മുറത്തിൽ കയറി കൊത്തിയാൽ ഞാൻ കൈ പൊള്ളിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങളുടെ മുൻപാകെ പ്രകടിപ്പിക്കുവാൻ എനിക്ക് അവസരം തന്ന കർത്താവിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.